രാത്രി ഭഗവാന്റെ അത്താഴ പൂജയ്ക്ക് ശേഷം അവിടെ മുല്ലയ്ക്കൽ പാട്ട് എന്ന് പറഞ്ഞ ഒരു
പാട്ട് രണ്ടാൾ കൂടി അവിടെ ഇരുന്ന് പാടും. ആ പാട്ടിൻ്റെ അവസാനത്തോടു കൂടി വെളിച്ചപ്പാട് അവിടെ വന്ന്, അതായത് ഭഗവാന്റെ പ്രതിപുരുഷനായിട്ടുള്ള വെളിച്ചപ്പാട് അവിടെ എത്തി വെളിച്ചപ്പാടിന് തീർത്തും പ്രസാദും മാലയും ഒക്കെ കൊടുത്ത് അവസാനം ആയുധം ആ ചുരുകിയും കൂടി വെളിച്ചപ്പാടിന് ഏൽപ്പിക്കും തിരുമേനി തന്ത്രി. അതുകൊണ്ട് അത് അയ്യപ്പനായിട്ട് മാറാണ്, ശരിക്കും ഭഗവാന്റെ ഒരു പ്രതിപുരുഷനായിട്ട് മാറാണ്. അങ്ങനെ അവിടുന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് നായാട്ടിന് പോവാന്നുള്ള സങ്കല്പമാണ് ഈ മുല്ലയ്ക്കമ്പാട്ടും അതിൻ്റെ എഴുന്നള്ളിപ്പും. അങ്ങോട്ട് പോകുമ്പോൾ മുല്ലയ്ക്കമ്പാട്ടിന് പോകുമ്പോൾ വലന്തല കൊട്ടിയിട്ട് പോവും. തിരിച്ചു വരുമ്പോൾ മേളത്തോട് കൂടിയിട്ട്, അതായത് നായാട്ടിന് പോകുമ്പോൾ ബഹളമൊന്നുമില്ലാതെ നായാട്ട് കഴിഞ്ഞ് വളരെ ആനന്ദത്തോടു കൂടിയിട്ട് ആർപ്പ് വിളിയും ലഹളയൊക്കെ ആയിട്ട് അങ്ങനെ വരുന്ന ഒരു സങ്കല്പത്തിലാണ് ഈ മേളം ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഒരു ആനന്ദ നൃത്തം ചെയ്യുന്ന ഒരു ഇതാണ്. അതിന് ഈടും കൂറും എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക. അതായത് ശിവതാണ്ഡവത്തിൻ്റെ ഒരു ഏകദേശ ഒരു രൂപം. അത് ഭഗവാൻ അയ്യപ്പനായിട്ടുള്ള സങ്കല്പതാണ്. പക്ഷേ ഇതൊക്കെ ഒരു ശൈവാരാധനയുടെ ഭാഗമാണല്ലോ ഈ കളമെഴുത്തുപാട്ടിൻ്റെ ഇത് മുഴുവൻ. അപ്പോൾ ഇത് ഒരു ശിവതാണ്ഡവം എന്നുള്ള മാരാർ കുമ്പിട്ട് നിന്ന് കൊട്ടിത്തരും. അതിനനുസരിച്ച് വെളിച്ചപ്പാട് നൃത്തം ചെയ്യും. അപ്പോൾ അതിന് ഈടും കൂറുന്നാണ് പറയുക. ആ നൃത്തത്തിന് ശേഷം മേളം കൊട്ടി കളത്തിൻ്റെ അവിടെ വന്ന് മേളം അവസാനിച്ച് പിന്നെ അവിടെ ചുരുകിയൊക്കെ കളത്തിൽ തന്ത്രി വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നൃത്തമുണ്ട്, അതിന് കളപ്രദക്ഷിണം എന്ന് പറയും. കളത്തിൻ്റെ 4 പുറം വെളിച്ചപ്പാട് ചെയ്യുന്ന നൃത്തത്തിന് കളപ്രദക്ഷിണം എന്നാണ് പറയുക. അതായത് നായാട്ട് കഴിഞ്ഞ് ഈ ഇവരെയൊക്കെ കളത്തിലേക്ക് ആവാഹിച്ച്, അതായത് ഈ നായാടിക്കൊണ്ടുവന്നുള്ള മൃഗങ്ങളെയൊക്കെ അതിലേക്ക് കൊണ്ടുവന്നാക്കി അതിൻ്റെ 4 പുറവും ഭഗവാൻ നൃത്തം ചെയ്യുന്നു എന്നുള്ള സങ്കല്പം. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൊരു തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം തുടങ്ങിയിട്ടുള്ള ആ ദുഷ്ടമൃഗങ്ങളെ, ഇതെല്ലാം മനുഷ്യന് വേണിച്ചാലും ഇതിൽ പലതും നമ്മൾക്ക് ആവശ്യമില്ലാറുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഈ ഭഗവാനിൽ അർപ്പിക്കുക, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ചിന്തകളൊക്കെ അവസാനിപ്പിച്ച് പോസിറ്റീവ് ചിന്തകൾ മാത്രം നമ്മൾ എടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു തത്വം. അപ്പോൾ ആ ഒരു ഇതാണ് ഈ നാളികേരേറും. അതുതന്നെയാണ് നാളികേരം നമ്മൾ തലയിൽ 3 പ്രാവശ്യം ഒഴിഞ്ഞ് അവിടെ ഭഗവാന് സങ്കല്പിച്ചാൽ ആ നാളികേരം ഭഗവാൻ എറിഞ്ഞുടച്ചാൽ ആ നമ്മളുടെ ദുഷ്ടചിന്തകൾ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ തലയിലുള്ള ആ മാലിന്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ മുഴുവൻ ആ നാളികേരം എറിഞ്ഞുടക്കിനോട് കൂടിയിട്ട് ഭഗവാങ്കിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയിൽ ലയിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒരു തത്വത്തിനാണ് ഈ നാളികേരം ഏറ്. ശരിക്കും ഈ നാളികേരം 12,008 നാളികേരം വരെ എറിയാറുണ്ട്. നമ്മളന്ന് അവിടെ 108 തേങ്ങ എറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് 12,008, 3 തേങ്ങ മുതൽ 12,008 തേങ്ങ വരെ എറിഞ്ഞുടയ്ക്കുന്ന ചടങ്ങുണ്ട് വളരെ വിപുലമായിട്ട് നടത്തുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം, ഈ മുല്ലയ്ക്കമ്പാട്ട്.
അത് കഴിഞ്ഞ് വന്നാൽ ഈടൻകൂറും കളപ്രദക്ഷിണം കഴിഞ്ഞാൽ കളം പൂജ, തന്ത്രിയുടെ പൂജ കഴിഞ്ഞാൽ പിന്നെ കുറുപ്പിൻ്റെ പാട്ട് കഴിഞ്ഞ് ഒരു കിരിവിച്ചിൽ പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. കുറുപ്പ് ധൂപക്കുറ്റി എടുത്തിട്ട്, അതായത് ശ്രീഭൂതബലിയുടെ ചെറിയൊരു ചടങ്ങായിട്ടാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ കുറുപ്പിൻ്റെ ഒരു പൂജയാണ് അവിടെ നടത്തുന്നത്. അതിന് ശേഷം വെളിച്ചപ്പാട് കളത്തിൽ വന്ന് കളമഴിക്കുക എന്നുള്ളൊരു സങ്കല്പം, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം, ആ മൂന്നാമത്തെ ഇതിലേക്ക് കടക്കുകയാണ്. അതായത് കളം മായ്ക്കണ ഒരു സമ്പ്രദായത്തിലേക്ക്, അല്ലെങ്കിൽ സംഹരിക്കുക, അതിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കളമഴിക്കുക എന്നുള്ള സങ്കല്പത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് പാട്ട് പാടും, വെളിച്ചപ്പാട് അതിനനുസരിച്ച് നൃത്തം വയ്ക്കും. കളത്തിൽ നൃത്തം പാട്ട് കേട്ട് അതിനനുസരിച്ച് ചാടി കളം മാച്ചുകൊണ്ട് നൃത്തം വെച്ച് അതിൻ്റെ ഇടയിൽ കളം കണ്ട് കുളിക്കാൻ പോകാനുള്ള ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ നാളികേരം എറിയാൻ പോകുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ആദ്യം നൃത്തം വെച്ച് കളം മുഴുവൻ മാച്ച് ഗുരുത്തോലയുണ്ട് മാച്ച് ഈ പ്രസാദം എല്ലാവർക്കും കൊടുത്ത് കൽപ്പന കൊടുത്ത്, എന്താണ് ഭഗവാന് ഉണ്ടായ സന്തോഷമായി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് വെച്ചാൽ അത് പറയാൻ, അതായത് ഭഗവാൻ കൽപ്പന കൊടുക്കുക എന്നാണ് അതിന് പറയുക. വെളിച്ചപ്പാട് എല്ലാവർക്കും കൽപ്പനയൊക്കെ കൊടുത്ത് ഇത് പ്രസാദവും കൊടുത്ത് കൂറ വലിക്കനോട് കൂടിയിട്ട് അവസാനമാണ് ഈ രാവിലെ നമ്മൾ ഉച്ചപ്പാട്ടിൻ്റെ മുന്നേ കൊടുത്ത ആ ചുവന്ന പട്ട് അത് തിരിച്ചിങ്ങോട്ട് കൂറ വലിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ട് കൂറ വലിക്കുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഈ കളമെഴുത്തുപാട്ടിൻ്റെ ആ ചടങ്ങ് മുഴുവൻ അവസാനിക്കുകയാണ്. നമ്മളുടെ അമ്പലത്തിലത്തെ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആ ക്ഷേത്രത്തിൽ നമ്മൾ പൂജാതി കർമ്മങ്ങളും മറ്റൊക്കെ ചെയ്ത് ആ ക്ഷേത്രം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അതിന് നാശം വരുമല്ലോ, അങ്ങനെ നശിച്ചു എന്നുള്ള സങ്കല്പം. അങ്ങനെ 3ഉം കൂടി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരു ദിവസം ചെയ്യുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു ചടങ്ങാണ് ഈ കളമെഴുത്തുപാട്ട്. അതിൽ പങ്കെടുത്ത ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ കാര്യാദികൾ ചെയ്തിട്ടുള്ള ഒരു ഫലശ്രുതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഐശ്വര്യം ഒക്കെ കിട്ടുന്നതാണ് നമ്മളുടെ സങ്കല്പം. ഈ പ്രസാദം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധത്തോട് കൂടിയിട്ട് കുളി കഴിഞ്ഞ് നമ്മൾ നെറ്റിയമ്പിലും നെറുകിലും നാവുമ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞ് വളരെ നല്ല ഐശ്വര്യം, നമ്മൾക്ക് മനസ്സിന് നല്ല ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല കുട്ടികൾ കണ്ട് ഈ പേടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടിയൊന്ന് ആ കുട്ടികൾ ദേഹത്ത് തൊടിയിച്ചാൽ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ നമ്മളുടെ ഈ ദുർദേവതകളുടെയൊക്കെ ഈ അപസ്മാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആവശ്യമില്ലാത്ത ചില ഇതൊക്കെ ഉണ്ടാവണേന് ഇത് നമ്മൾ ദേഹത്തൊന്ന് തൊടിയിച്ച് കഴിഞ്ഞാൽ മാറും എന്നൊക്കെയാണ് നമ്മളുടെ വിശ്വാസം. ഇതൊക്കെയാണ് ഈ കളമെഴുത്തുപാട്ട് നടത്തിയുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്.
Thank you.